സാധിച്ചു. പ്രതീക്ഷിച്ച വിജയം നേടി. ആര്യാടൻ മുഹമ്മദ് തൻ്റെ കൂടെ മന്ത്രിസഭയിൽ എത്രയോ കാലം ദീർഘകാലം പ്രവർത്തിച്ച രാഷ്ട്രീയത്തിൽ തൻ്റെ സതീർത്ഥനായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ നിയമസഭയിലേക്ക് ജയിച്ചു കയറുമ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് AK ആന്റണിക്ക് പറയാനുള്ള വാക്കുകൾ അതൊക്കെയാണ്. ആര്യാടൻ്റെ പാരമ്പര്യം നിലമ്പൂർ മണ്ഡലത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിജയം ആര്യാടൻ ഷൗക്കത്തിനുണ്ടാകുന്നു എന്നുള്ളതാണ്. എത്ര മനോഹരമായ ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു. അത് 11,000 കടന്നിരിക്കുന്നു. അത് ഈ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന അനുമോദം അവിടെ നിന്ന് തരുന്ന വിവരമനുസരിച്ച് ഈ കരളായി പഞ്ചായത്തിൽ പോലും അവിടെയും ഒരു എന്താണ് അമരമ്പലത്തിലേക്ക് ലീഡാണ് ഷൗക്കത്തിന്. അവിടെയും LDFന് മുന്നേറാൻ സാധിക്കുന്നില്ല. LDFന്റെ ഉറച്ച കോട്ടയെന്നൊക്കെ വിശ്വസിച്ചിരുന്ന അമരമ്പലത്തിലും ആര്യാടൻ ഷൗക്കത്ത് ലീഡ് തുടരുന്ന സാഹചര്യം. 69,932 വോട്ടുകൾ നേടിക്കഴിഞ്ഞു ഇതിനകം ആര്യാടൻ ഷൗക്കത്ത്. 59,140 വോട്ടുകൾ മാത്രമാണ് സ്വരാജിന് ലഭിച്ചിരിക്കുന്നത്. 17,873 എന്ന വലിയൊരു സംഖ്യയിലേക്ക് പ്രകാശിന്റെ മകൾ നന്ദ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അച്ഛാ നമ്മൾ ജയിച്ചുട്ടോ, അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പം. നന്ദ പ്രകാശിന്റെ എടക്കരയിൽ പോലും വി പ്രകാശിന്റെ ഗൃഹസന്ദർശന വിവാദം തിരിച്ചടിക്കുമോ എന്ന് കരുതിയിരുന്നു. അതുണ്ടായില്ല. അവിടെയും UDFനൊപ്പമാണ് നിന്നത്. നന്ദ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. വി പ്രകാശിനെ ഉയർത്തി കാണിച്ച് വലിയ തരത്തിൽ ഇത് വഴി മാറ്റിവിടാനുള്ള നീക്കങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നടന്നില്ല ഇടക്കരയിൽ എന്ന് തന്നെ പറയേണ്ടി വരുന്നു. വി പ്രകാശിന്റെ മകളുടെ പോസ്റ്റ് കൂടിയാണ് ഈ സമയത്ത് വരുന്നത്. ഇനി അവസാന റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ 10,718 എന്ന ലീഡിൽ നിൽക്കുന്നു. പക്ഷേ ലീഡ് കൂടാനുള്ളൊരു സാധ്യത. കാരണം വളരെ ചെറിയ ലീഡ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കരുളായിലും അമരമ്പലത്തിലും പിടിക്കാനായിരിക്കുന്നത്. അത് കഴിഞ്ഞ തവണത്തെ ലീഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തുലോം കുറവാണ്. തിരിച്ചടി തന്നെയാണ് LDFന് ഉണ്ടായിരിക്കുന്നത്. ഇനി ഏത് തരത്തിലാണ് ഭരണവിരുദ്ധ വികാരമാണ് AK ആന്റണി, അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല എല്ലാവരും പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഭരണവിരുദ്ധ വികാരമാണ് ഇത്, ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്നുള്ള UDF നേതാക്കന്മാരുടെ പ്രസ്താവനകൾ വന്നപ്പോൾ അത് അങ്ങനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇത് ഭരണ നേട്ടത്തിനുള്ള മാർക്കിടലാണ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പ്രചാരണത്തിനിറങ്ങിയത്. എന്ത് മറുപടിയായിരിക്കും ഇടത് ക്യാമ്പിൽ നിന്നുണ്ടാകുക? ഇത് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ 3ാം വട്ടവും തുടരും എന്നുള്ള പ്രചാരണത്തിന് എന്താണ് സംഭവിക്കുക? അതിലെന്ത് മറുപടി പറയും ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നുള്ളത് ഉറ്റുനോക്കേണ്ട കാര്യമാകുന്നു. 10,782 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 10,782 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കൂട്ടായ്മയുടെ വിജയമെന്ന് UDF നേതാക്കൾ പറയുന്ന സാഹചര്യമുണ്ട്. ഇത് ആരുടെയും ഒറ്റയ്ക്കുള്ള ക്രെഡിറ്റ് അല്ല, എല്ലാവരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് പറയുന്നു. ഒരുപാട് നേതാക്കൾ UDFന്റെ ടീം ഉടനീളം ആ മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലീഗിന്റെ സാന്നിധ്യമൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. ലീഗൊക്കെ വളരെ മണ്ഡലത്തെ ഇളക്കി മറിച്ചുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് ലീഗ് നേതാക്കൾ തന്നെയായിരുന്നു. അവരുടെ വലിയ സാന്നിധ്യം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ നേരത്തെ KC വേണുഗോപാലൊക്കെ പറയുന്നത് പോലെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടു നടന്നു. വലിയ ആഹ്ലാദ പ്രകടനം, മണ്ഡലം ഇളക്കി മറിച്ചുള്ള ആഹ്ലാദ പ്രകടനം കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ. UDF